ഇങ്ങോട്ട് നോക്കടാ കമ്മികളെ, ഞങ്ങളുടെ പൂക്കി മുഖ്യമന്ത്രി വാക്ക് പാലിച്ചിരിക്കുന്നു. ഇനി ഞങ്ങൾക്ക് മോഡിഫിക്കേഷൻ ചെയ്ത് വണ്ടി റോട്ടിലിറക്കാം. ഞങ്ങളുടെ പൂക്കി മുഖ്യമന്ത്രി ഞങ്ങൾക്ക് അനുവദിച്ച മോഡിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നിനക്കൊക്കെ അറിയണ്ടേ? എന്നാ പിടി. സഖാവ് ചേച്ചി, ഇതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താണ് യോഗ്യത? 10 വർഷക്കാലത്തോളം നിങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് എത്ര പ്രൈവറ്റ് ബസ്സുകളെയാണ് നിങ്ങൾ കട്ടപ്പുറത്താക്കിയത്? എത്ര പ്രൈവറ്റ് ബസ്സുകളുടെ ജീവനക്കാരെയാണ് നിങ്ങൾ ഉപദ്രവിച്ച് അവരുടെ വയറ്റിപ്പഴപ്പ് ഇല്ലാതാക്കിയത്? എത്ര ടൂറിസ്റ്റ് ബസ്സുകളുടെ ജീവനക്കാരെയാണ് നിങ്ങൾ ദ്രോഹിച്ചത്? ടൂറിസ്റ്റ് ബസ്സിൽ വൈറ്റ് പെയിന്റ് അടിച്ചേ പറ്റൂ, കളർ പാടില്ല, അതുപോലെ കളർ ലൈറ്റ് പാടില്ല, ഡിസൈൻ കൂടിപ്പോ എന്ന വ്യാജ പ്രചരണം നടത്തി അവരുടെ വയറ്റിപ്പഴപ്പുകൾ നിങ്ങൾ ഇല്ലാതാക്കിയില്ലേ? അതുപോട്ടെ, ഈ പ്രളയം വന്ന സമയത്ത് എത്ര പാവങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ എത്ര യുവാക്കൾ ഉണ്ടായിരുന്നു. അവരെ ഓരോന്നായി നിങ്ങൾ തെരഞ്ഞുപിടിച്ച് എക്സ്ട്രാ ഫിറ്റിക്സിന്റെ പേരിൽ അവർക്ക് ഫൈൻ അടിച്ചു കൊടുത്തില്ലേ നിങ്ങൾ? പിന്നെ നമ്മളുടെ സ്വന്തം വണ്ടിയിൽ നമ്മളെ ഇഷ്ടപ്രകാരം ഒരു നെയിം അടിച്ചാൽ അതിലുപോലും 500 രൂപ ഫൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. പിന്നെ എന്റെ സഖാവ് ചേച്ചി, 10 വർഷക്കാലത്തോളം നിങ്ങൾ ഭരിച്ചിരുന്നു. ഇവിടെ എന്തു മാറ്റമാണ് കൊണ്ടുവന്നത്? എന്തു മാങ്ങാത്തൊലിയാണ് നിങ്ങൾ കൊണ്ടുവന്നത്? നിങ്ങൾ പറയുകയാണ് 10 വർഷത്തോളം പവർ കട്ടില്ല എന്നു പറയുകയാണെങ്കിൽ 25 വർഷത്തേക്ക് 4 രൂപ 29 പൈസ ഒരു യൂണിറ്റിന് 25 വർഷത്തേക്ക് കരാർ വെച്ചത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. എന്നാൽ നിങ്ങൾ ഭരണത്തിൽ വന്നപ്പോൾ അത് 7 വർഷത്തോളം നിങ്ങൾ തുടർച്ചയായി അത് ചെയ്തിരുന്നു. പിന്നെ ട്രിവാൻഡ്രം എയർപോർട്ട് കൊണ്ടുവന്നത് നിങ്ങളല്ല, കൊച്ചി എയർപോർട്ട് കൊണ്ടുവന്നത് നിങ്ങളല്ല, കോഴിക്കോട് എയർപോർട്ട് കൊണ്ടുവന്നത് നിങ്ങളല്ല, മലപ്പുറം യൂണിവേഴ്സിറ്റി കോളേജ് കൊണ്ടുവന്നത് നിങ്ങളല്ല, കേരളത്തിൽ 18ഓളം മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത് നിങ്ങളല്ല, PSC എഴുതിയ ചെറുപ്പക്കാർക്ക് ജോലി കൊടുത്തത് നിങ്ങളല്ല, നിങ്ങൾ മുമ്പിൽ കെഞ്ചി സമരം ചെയ്ത ആശാവർക്കർമാർക്ക് ശമ്പള വർധനവ് നടത്തിയത് നിങ്ങളല്ല, ഇൻഫോ പാർക്ക് കൊണ്ടുവന്നത് നിങ്ങളല്ല, കൊച്ചി മെട്രോ കൊണ്ടുവന്നത് നിങ്ങളല്ല, 2015 വിഴിഞ്ഞം തുറമുഖ പദ്ധതി കൊണ്ടുവന്നത് നിങ്ങളല്ല. പിന്നെ നിങ്ങൾ ചെയ്തു, ഇതെല്ലാം ഉദ്ഘാടനം ചെയ്തു. 10 വർഷക്കാലത്തോളം നിങ്ങൾ ഭരിച്ചിട്ട് ഇവിടുത്തെ ലഹരി മാഫികളെ തുറുങ്കിലടച്ചത് നിങ്ങളല്ല, ഇവിടുത്തെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് ശമ്പള കുടിശ്ശിക ഉണ്ടായിരുന്നത് കൊടുത്തു തീർത്തത് നിങ്ങളല്ല. പിന്നെ നിങ്ങൾ ചെയ്ത നല്ല കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്നപ്പോൾ വെറും 29 ബാറായിരുന്ന സ്ഥലത്ത് 884ഓളം ബാറുകൾ നിങ്ങൾ തുറന്നു. ശബരിമലയിലെ സ്വർണ്ണക്കേസ്, പിന്നെ വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് 742 കോടിയോളം പിരിച്ച് അതിന്റെ ബാക്കി മുക്കി. പിന്നെ ആ വീടുകൾ മൊത്തത്തിൽ പൂർത്തിയായിട്ടുമില്ല. പിന്നെ ശിവൻകുട്ടി അപ്പൂപ്പൻ എന്താണ് പറഞ്ഞത്? പാഠപുസ്തകങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. എന്നാൽ അതും പാതി വഴിയിൽ നിലച്ചില്ലേ? പിന്നെ സഖാവ് ചേച്ചി, നിങ്ങൾക്ക് ജാതിയുമില്ല മതവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ വിഷം ചീറ്റിയപ്പോൾ വെള്ളാപ്പള്ളിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിക്കൊണ്ടുപോയില്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ട പിണറായി സഖാവ്? ഗച്ചിത് ഗച്ചി ഗച്ചിത് മച്ചി ബഹുത് അച്ചി.